കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CPM-ന് ബോധ്യമായതാണ്. അന്ന് തൊട്ടേ കോൺഗ്രസിന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്താക്കാനുള്ള ശ്രമം കേരളം കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുട്ടട വാർഡിൽ വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയും അടൂരിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയും ഇപ്പോൾ ഒടുവിൽ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയയുടെ പേരിൽ കൂടി ഒരു വ്യാജ ആരോപണം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിനെ ആരോഗ്യപരമായി നേരിടാനുള്ള കരുത്ത് CPM-നില്ല എന്ന് ഒരിക്കൽ കൂടി പാർട്ടി തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ പാർട്ടിയുടെ ഇത്തരം ഭീഷണികൾക്കും വ്യാജ ആരോപണങ്ങൾക്കും മുൻപിൽ അടിപതറാതെ തന്നെ വേട്ടയാടുന്നവരെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ് ഫാത്തിമ തഹ്ലിയ. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ സാധിച്ചാൽ സമർപ്പിക്കുന്ന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ താൻ തയ്യാറാണെന്ന കരുത്തുറ്റ നിലപാടാണ് ഫാത്തിമ സ്വീകരിച്ചിരിക്കുന്നത്. INL നേതാവും MLA-യുമായ അഹമ്മദ് ദേവർകോവിലാണ് ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത്. കുറ്റിച്ചിറ വാർഡിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്കകം തന്നെ നിയമസഭാ സീറ്റിലേക്ക് തഹ്ലിയ പരിഗണിക്കപ്പെട്ടത് ചില നിക്ഷിപ്ത താൽപര്യങ്ങളുടെ പുറത്താണെന്നായിരുന്നു പ്രധാന ആരോപണം. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിത്വം ഫാത്തിമയ്ക്ക് ലഭിച്ചത് ചില തീവ്ര സ്വഭാവമുള്ള മതസംഘടനകളുടെ നോമിനിയായിട്ടാണെന്നും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതാക്കൾ ഫാത്തിമയുടെ പ്രചാരണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്നുമാണ് MLA-യുടെ ആരോപണം. വനിതാ ലീഗിലെ മറ്റ് മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഫാത്തിമയെ പരിഗണിച്ചതിന് പിന്നിൽ ഇത്തരം അദൃശ്യകരങ്ങളുടെ ഇടപെടലുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പേരാമ്പ്രയിലെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ MLA നേരിട്ട് വരാതെ INL-നെ മുൻനിർത്തിയാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് UDF കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ ഫാത്തിമയ്ക്കെതിരായ ആരോപണത്തിൽ നിലപാടറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെ തരിമ്പും ഭയപ്പെടാതെയാണ് ഫാത്തിമ തഹ്ലിയ ഇപ്പോൾ മറുപടി പറയുന്നത്. 2012 മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായ തന്റെ ജീവിതം പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്ന പുസ്തകമാണ്. തീവ്രത പോരെന്ന് പറഞ്ഞ് സ്വന്തം പ്രസ്ഥാനം വിട്ടുപോയവരാണ് ഇപ്പോൾ മൈക്രോസ്കോപ്പ് വെച്ച് തന്റെ പിന്നാലെ നടക്കുന്നത്. തന്നെ ഇങ്ങോട്ട് അയച്ചത് UDF സംവിധാനമാണെന്നും അല്ലാതെ ഏതെങ്കിലും പ്രത്യേക സംഘടനകളുടെ നോമിനി അല്ലെന്നും ഫാത്തിമ വ്യക്തമാക്കി. ആരോപണം ഉന്നയിച്ചവർക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് ഫാത്തിമ പറഞ്ഞു. ഇടതുപക്ഷ MLA നേരിട്ട് വരാതെ മറ്റുള്ളവരെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിക്കുകയാണ്. താൻ പഠിച്ചതും വളർന്നതും കൃത്യമായ UDF രാഷ്ട്രീയ ബോധത്തോടെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലാണ് തന്റെ പൂർണ്ണ വിശ്വാസം. ആരോപണം ഉന്നയിക്കുന്നവർ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കണം. തന്നെ തളർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ തലകുനിക്കില്ലെന്നും നാട്ടിലെ വോട്ടർമാരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഫാത്തിമ തഹ്ലിയ കൂട്ടിച്ചേർത്തു. വളരെ കൃത്യതയോടെയും സ്പഷ്ടവുമായിട്ടാണ് ഫാത്തിമ പറയാനുള്ളത് പറഞ്ഞിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥികളെ വേട്ടയാടുന്ന CPM-ന്റെ പഴയ തന്ത്രം പേരാമ്പ്രയിൽ വിലപ്പോവില്ലെന്ന് ഫാത്തിമ തഹ്ലിയ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ തഹ്ലിയയുടെ പ്രതികരണം കൂടി ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാൻ. 2012 മുതൽ ഞാൻ സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്തുണ്ട്. എൻ്റെ ജീവിതം, അതിനുശേഷവും അതിനു മുമ്പുള്ള ജീവിതം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞാൻ ഈ നാട്ടിലുള്ള ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി, അവരുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് UDF-ന്റെ മുന്നണിയാണ്. അവരുടെ നോമിനിയാണ് ഞാൻ. ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവരുടെ നോമിനിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ള MLA അതേ പ്രസ്താവനയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഏത് സ്ഥലത്താണെങ്കിലും അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കൊണ്ട് അത് അദ്ദേഹം തെളിയിക്കുകയാണെങ്കിൽ ഇപ്പൊ നൽകുന്ന ഞാൻ നാമനിർദ്ദേശം നൽകാൻ പോവുകയാണ്, അത് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പ്രസ്താവിക്കുകയാണ്. ഇതില് പ്രധാനമായിട്ടും ഈ INL നേതാവ് പറയുന്നത്, അതായത് കഴിഞ്ഞ ദിവസം ഏതോ പ്രചാരണത്തിൽ ഈ ജമാഅത്തിന്റെ ഏതൊക്കെ നേതാക്കളൊക്കെ പങ്കെടുത്തു, പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മാത്രമല്ല വനിതാ ലീഗിന് ഒരു തരത്തിലും പ്രാതിനിധ്യം നൽകാതെ ഫാത്തിമ തഹ്ലിയ കുറ്റിച്ചിറയിൽ നിന്ന്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം ആകുന്നുള്ളൂ, അതിനിടയിൽ ഫാത്തിമയെ ഈ രീതിയിൽ പരിഗണിക്കണമെങ്കിൽ അത് ഇവരുടെ നോമിനി ആയിട്ടായതുകൊണ്ടാണ് എന്നതാണ് ആരോപണം. എന്തായാലും തീവ്രത പോരാ എന്ന് പറഞ്ഞ് ഒരു സംഘടനയിൽ നിന്ന് മാറിപ്പോയ ആളുകളാണല്ലോ അവര് ഇത്തരത്തിൽ സൂക്ഷ്മമായിട്ട് മൈക്രോസ്കോപ്പ് വെച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം. എനിക്ക് പറയുന്ന ഒരു വണ്ടി എടുത്തുകൊണ്ട് അവർ പിന്നാലെ വരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം യാതൊരു രൂപത്തിലുള്ള പ്രയാസമില്ല. ഞാൻ ഇവിടെ ആളുകളോടാണ് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറസ്പെക്റ്റീവ് ഓഫ് ആര്, എന്ത് മത ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ 100% വിശ്വാസം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളോട്, അദ്ദേഹം നടത്തുന്ന ഇത്രയും ഈ രൂപത്തിലുള്ള ആരോപണങ്ങളോടൊന്നും മറുപടി പറയുന്നത് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അതിനെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയ്ക്കുള്ള ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് നമ്മൾ പറയുന്നതിൽ
യാതൊരു യുക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ, അതാണ് അതിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം തന്നെയാണ്. സാധാരണ നേരിട്ട് പറയുന്നത് ഇപ്പൊ മറ്റൊരാളെ കടമെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നുള്ളതാ. ഇവിടെയുള്ള പിന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ഇപ്പോഴുള്ള MLA-ക്ക് അത്തരത്തിലുള്ള ഒരു അഭിപ്രായമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കൂ. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള അഭിപ്രായമുണ്ട് എങ്കിൽ അദ്ദേഹത്തിനോടൊപ്പമുള്ള അതേ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു MLA ആണല്ലോ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം അത് തെളിയിക്കട്ടെ, തെളിവുമായിട്ട് എന്റെ മുമ്പിൽ വരട്ടെ. ഞാൻ ഇത്രയും കാലം പഠിച്ചതും വളർന്നതും പ്രവർത്തിച്ചതും ഒക്കെ കൃത്യമായിട്ട് UDF സംവിധാനത്തിലൂടെയാണ്. ആ രൂപത്തിലാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്തിയിട്ടുള്ളത്. നിങ്ങളെ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചിട്ടുള്ള MLA പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനവും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഇദ്ദേഹം തന്നെ ഈ രൂപത്തിലുള്ള പ്രസ്താവന എന്തിനാണ് നടത്തുന്നത് എന്നുള്ള ഒരു കോൺട്രഡിക്ടറി ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അന്വേഷിച്ചു പോകും. എനിക്കിപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ ചുറ്റുപാടോ അദ്ദേഹം പഠിച്ച സ്ഥാപനമോ ഞാൻ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു ആരോപണം പോലും ഉന്നയിക്കുന്നില്ല. അദ്ദേഹമാണല്ലോ ആരോപണം ഉന്നയിച്ചത്. ആരോപണം ഉന്നയിച്ച ആൾക്ക് ബർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. അദ്ദേഹം തെളിയിക്കട്ടെ. അദ്ദേഹം അത് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ അത്തരത്തിലുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. ഞാൻ അങ്ങനെയല്ല എന്ന് ഉത്തമ ബോധ്യമുള്ള മനുഷ്യരാണ് എന്നോടൊപ്പം ഇത്രയും കാലം എന്നെ നയിച്ചിട്ടുള്ളത്, എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ രാഷ്ട്രീയ ഗുരുനാഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ എന്നെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ രൂപത്തിലേക്ക് വളർത്തിയെടുത്തത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധത്തോട് കൂടിയിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് എന്റെ മേൽവിലാസം. ഇതില് തെറ്റുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം തങ്ങന്മാർ വരെ പറഞ്ഞു ഇവ സഹകരണമുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ സഹകരിക്കുന്നതിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ അതൊരു ഐക്യം പ്രഖ്യാപിച്ച രീതിയിലാണോ, അതോ കുഴപ്പമില്ല എന്ന രീതിയിലാണോ ഫാത്തിമ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ വോട്ടർമാരുടെ പ്രശ്നങ്ങൾ അറിയുക. അതാരാണ് എങ്കിലും ഏത് മനുഷ്യരാണെങ്കിലും വോട്ടുള്ള ഒരു വ്യക്തിക്ക്, ഇനി വോട്ടില്ലാത്ത വ്യക്തിക്കും, ഞാൻ വോട്ടർ എന്ന് പറയുമ്പോൾ വോട്ടില്ലാത്ത വ്യക്തിയും ഞാൻ പരിഗണിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് അവർക്ക് ഇവിടെ ഒരു പിന്നെ ഗ്രൗണ്ട് വേണം, കളിക്കാൻ ഒരു ഗ്രൗണ്ട് വേണം എന്നുള്ളത് മുതിർന്ന ആളെക്കാളും കൂടുതൽ വോട്ടില്ലാത്ത ചെറിയ കുട്ടികളുടെ ആവശ്യമാണ്. അപ്പൊ ആ രൂപത്തിലാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് വേരുകളുള്ള സ്ഥലമാണിത്. കുട്ടിക്കാലം മുതൽ ഇവിടേക്ക് വരികയും ഒരുപാട് കുടുംബ ബന്ധവുമുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു കാര്യത്തിനെയും ഞാൻ ഗൗരവത്തിൽ എടുക്കുന്നില്ല. ആളുകളോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് അവരുടെ സ്വപ്നത്തിനൊപ്പം ഉയരുക എന്നുള്ളത് മാത്രമാണ് എന്റെ മുമ്പിലുള്ള ലക്ഷ്യം. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയങ്ങളിലൊന്നും പിന്നെ ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ശ്രദ്ധ ഈ രൂപത്തിലുള്ള കാര്യങ്ങളിലാണ്. പിന്നെ അവരൊക്കെ എന്നെ മുതിർന്ന നേതാക്കന്മാർ, ഒരു പക്ഷേ എന്നെ രൂപപ്പെടുത്തുന്നതിൽ ഒരുപാട് സംഭാവന ചെയ്ത ആളുകളാണ് അവരൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പാർട്ടിയോ അല്ലെങ്കിൽ UDFന്റെ സംവിധാനമോ പരിശോധിച്ചുകൊണ്ട് അവർക്ക് എന്താണ് പ്രയാസം എന്നുള്ളത് അവർ ദൂരീകരിക്കുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസം. അതെ, അവരെന്തായാലും വരും. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ഈ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട് എങ്കിൽ എന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് അവരെന്റെ പൊളിറ്റിക്കൽ ടീച്ചേഴ്സാണ്. ഞാൻ അവരെ ഫോളോ ചെയ്ത ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ എന്തായാലും തീർച്ചയായിട്ടും വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഞാൻ അവരെല്ലാവരെയും, എന്റെ നേതാക്കന്മാരെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് എന്താണോ പറയുന്നത്, എന്റെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പിന്നെ അവര് എന്നെ ഏത് രൂപത്തിലാണോ പരുവപ്പെടുത്തിയെടുത്തത് അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവര് എന്നോടൊപ്പം ഉണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം.